വലിയ വാഗ്ദാനം കൊടുക്കുക, ആ വാഗ്ദാനം ആളുകൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതും ഇതും പറഞ്ഞ് തടി തപ്പുക, എന്നിട്ട് അത് നോക്കട്ടെ ഇത് നോക്കട്ടെ ഈ മാസം മുതൽ ഇങ്ങനെ ആവട്ടെ എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇത് ഇലക്ഷൻ സമയത്ത് ഒരു വലിയ വാഗ്ദാനം നൽകി വോട്ട് വാങ്ങിയിട്ട് അവരെ പറ്റിക്കുന്ന പരിപാടിയാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ശ്രീ വി കെ സനോജ്, ഇപ്പോൾ ഈ ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിലും നിങ്ങൾ പ്രകടന പത്രിക ഈ വർഷത്തെയല്ല കഴിഞ്ഞ 2021 ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിലും നിങ്ങൾ വാഗ്ദാനം ചെയ്ത കണക്കിലേക്ക് എത്തുന്നത് ഏത് ഘട്ടത്തിലായിരുന്നു? തുടക്കം മുതൽ തന്നെ ആ വാഗ്ദാനം ചെയ്ത കണക്കിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടായിരുന്നു? അവസാന ഘട്ടത്തിലല്ലേ അത് സംഭവിച്ചത്? അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇത് സർക്കാർ വന്ന് ചുരുങ്ങിയ ദിവസത്തിനകം തന്നെ പറഞ്ഞ പൂർണ്ണമായ രൂപത്തിലേക്ക് അത് വരണമോ? അത് ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് ചോദിക്കുന്നു, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് നിങ്ങളോടും ആ ചോദ്യം ചോദിച്ചാൽ അതിനെന്താണ് മറുപടി? അങ്ങനെ അത് ഞാൻ പറയാം. അതായത് പ്രകടന പത്രികയിൽ പറയുന്നത് എന്താണ്? പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ 2500 വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ പെൻഷൻ വർദ്ധിപ്പിക്കും, 2000 വർദ്ധിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെയല്ലോ, ഇത് അടുത്ത മാസം 15-നകം 15ഓടുകൂടി ഇത് പ്രാബല്യത്തിൽ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇത് എന്നാൽ പിന്നെ അന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അന്ന് പറഞ്ഞാൽ പോരായിരുന്നു ഇത് ഓർഡിനറി ബസ്സിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അതിന് പകരം പിന്നെ നിങ്ങൾക്ക് തീർത്ഥാടനത്തിന് പോവാം, വേളാങ്കണ്ണി പോവാം, അവിടെ പോവാം, ഇവിടെ പോവാം എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട നമ്മുടെ നാട്ടിലെ സ്ത്രീകളോട് എന്തിനാണ് ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നത്? അത് ആവശ്യമില്ലല്ലോ. അപ്പോൾ 15-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തെല്ലാം നിങ്ങൾക്ക് KSRTCയിൽ കയറി യാത്ര ചെയ്യാം എന്നാണ് ആ പ്രസ്താവന കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുക. ശരിക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഞാനത് ചോദ്യങ്ങളായിട്ട് ചോദിക്കുകയാണ് മനസ്സിലാകുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു.